പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മൊബൈലിലുള്ള ജിമെയിൽ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് ഒരു മെയിൽ അയക്കുന്നത്, എടുക്കുന്നത്, അതുപോലെ തന്നെ പുതിയൊരു അക്കൗണ്ടും കൂടി എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ദയവായി ക്ഷമിക്കുക. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയത്തില്ലാത്തവരാണ് നമ്മുടെ സമൂഹത്തിലുണ്ടാവും, അവരോട് ഇത് മനസ്സിലാക്കി ഉപയോഗിക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഈ തവണ വീഡിയോ ചെയ്തപ്പോൾ ഇതിനകത്ത് സ്ക്രീൻ റീഡറിൻ്റെ ഒച്ച അല്പം കൂടിപ്പോയി. കാഴ്ച പരിമിതരായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് ഉപകാരപ്രദമാണെങ്കിലും കാഴ്ചയുള്ള സുഹൃത്തുക്കളെ സംബന്ധിച്ചോളം അത് അരോചകമായിരിക്കും. ദയവായി ക്ഷമിക്കുക. അടുത്ത തവണ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നാലും നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ മിക്കവാറും എല്ലാ ഫോണുകളിലും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആഡ് ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ആഡ് ചെയ്തിട്ടില്ലാത്തവർ ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്യണം ആദ്യം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ജിമെയിൽ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ജിമെയിൽ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടും ജിമെയിലിൽ, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ജിമെയിൽ വന്നിട്ടുള്ള എല്ലാ മെസ്സേജസുകളും ഇവിടെ കാണിക്കും. ജിമെയിലിൻ്റെ ഇൻബോക്സ് ആണ് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഓരോ മെസ്സേജുകളും നമുക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് ബാലകൃഷ്ണൻ എനിക്ക് അയച്ച മെസ്സേജ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പം സീ ദിസ് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ഡോക്യുമെൻ്റ് അയച്ചിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. നമുക്കിത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട്, അതിൻ്റെ ആ ഡോക്യുമെൻറ്റിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് അതിൽ തന്നെ സേവ് എന്നുണ്ട്, സേവ് ടു ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഇത് സേവ് ആവും. സേവ് ടു ഡ്രൈവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണോ സേവ് ചെയ്യേണ്ടത് അത് അങ്ങോട്ടേക്ക് നമുക്ക് സേവ് ചെയ്യണം. ഇത് കൊടുത്താൽ മാത്രമേ സേവ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിവിടെ കാണിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ റിപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, റിപ്ലൈ ഓൾ ഉണ്ട്, ഫോർവേഡ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി ബാക്കിലേക്ക് വരികയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ആൾക്ക് മെയിൽ അയക്കുന്നതെന്ന് നോക്കാം. അതിന് സ്ക്രീനിൻ്റെ താഴെ വലതു ഭാഗത്തായിട്ട് കമ്പോസ് എന്നൊരു ബട്ടണുണ്ട്. കമ്പോസ് കൊടുക്കുക. ഈ കമ്പോസ് കൊടുക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സിലേക്കാണ് വരുന്നത്. അവിടെ നമുക്ക് ആർക്കാണോ മെയിൽ അയക്കേണ്ടത് അവരുടെ അഡ്രസ്സ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബാലകൃഷ്ണൻ തന്നെയാണ് മെയിൽ അയക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബാലകൃഷ്ണൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. എൻ ടി എന്ന് അടിച്ചപ്പോൾ തന്നെ ഇവിടെ താഴെ ആ അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളും മുൻപ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് അവിടെ ഷോ ചെയ്യും. അതല്ല ആദ്യമായിട്ടാണ് ആ ആൾക്ക് അയക്കുന്നതെങ്കിൽ അഡ്രസ്സ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും. ഫുള്ളായിട്ട് അടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ndbalakrishnan@gmail.com എന്ന് ആ അഡ്രസ്സ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ yahoo.com ആണെങ്കിൽ yahoo.com എന്ന് അങ്ങനെ ഫുൾ അഡ്രസ്സ്, ആ ജിമെയിൽ ID അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെയിൽ ID ആണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ഫുള്ളായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, തെറ്റുകൂടാതെ. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഈ അഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്. ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ബോക്സിലേക്ക് പോവുകയാണ്. ആ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ആ ഒരു വിശദീകരണം കൊടുക്കാം. നമുക്ക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ആണ് അയക്കുന്നതെങ്കിൽ ഫോട്ടോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണെങ്കിൽ ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഇന്ന ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഞാനിവിടെ നമുക്കിവിടെ ഇമേജ് എന്ന് കൊടുക്കാം. ചുമ്മാ ഇമേജ് കൊടുത്തു. അതിൻ്റെ താഴത്തെ ബോക്സിലേക്ക് പോകുകയാണെങ്കിൽ കമ്പോസ് മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണോ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ഹലോ എന്ന് ചുമ്മാ ടൈപ്പ് ചെയ്യുന്നു. അവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് എന്താണോ എഴുതി അറിയിക്കേണ്ടത് അതിവിടെ മൊത്തം എഴുതാൻ സാധിക്കും. അത് മൊത്തം എഴുതിയതിന് ശേഷം നമ്മൾ മേളിലേക്ക് സ്ക്രീനിൻ്റെ മേൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് വലതു ഭാഗത്തായിട്ട് മോർ ഓപ്ഷൻ, സെൻഡ്, അറ്റാച്ച് ഫയൽ
ഇങ്ങനെ 3 ഓപ്ഷൻസ് അവിടെ ലഭിക്കും. അതിൽ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെയിൽ ആ അഡ്രസ്സിലേക്ക് സെൻഡ് ആവും. ഞാൻ കൊടുക്കുന്നില്ല, അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അറ്റാച്ച് ഫയൽ നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോയോ ഓഡിയോയോ മറ്റ് ഡോക്യുമെൻറ്റ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അറ്റാച്ച് എന്നുള്ള ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് വരും. അറ്റാച്ച് ഫയലുണ്ട്, ഇൻസേർട്ട് ഫ്രം ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് ഫ്രം ഡ്രൈവ് എന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ആണ് നമുക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അറ്റാച്ച് ഫയൽ കൊടുത്താൽ നമ്മുടെ ഫോണിലുള്ളത് നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ആ ഫോണിലുള്ളത് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മേളിൽ നമുക്ക് ഇമേജ്, ഓഡിയോ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് അങ്ങനെയുള്ളത് അതിൻ്റെ തൊട്ട് താഴെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ നമ്മുടെ ഫോണിലുള്ള ഫയലുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ചുമ്മാ ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിപ്പം ഇതിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്, അവിടെ കാണിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ മേളിലേക്ക് പോയിട്ട് സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോണ്. അപ്പോൾ താഴെ സെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. അത് സെൻഡായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സെൻഡായോ എന്നറിയണമെങ്കിൽ മേളിലേക്ക് വന്നിട്ട് സെർച്ച് മെയിലിൻ്റെ എന്നുള്ള ടെക്സ്റ്റ് ബോക്സിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഓപ്പൺ നാവിഗേഷൻ മെനു എന്നുള്ള ബട്ടണുണ്ട്. ഓപ്പൺ നാവിഗേഷൻ ഡ്രോ എന്ന് കൊടുക്കുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് അതിൻ്റെ മറ്റ് ഓപ്ഷൻസിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിൻ്റെ കുറേ താഴെയായിട്ട് വന്നു കഴിയുമ്പോൾ സെൻഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. ആ സെൻഡ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ അപ്പം നമുക്ക് മീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് വായിച്ചവിടെ വായിക്കുന്നതായിരിക്കും. മീ ഇമേജ് ഹലോ നമ്മൾ കൊടുത്ത ഹെഡിങ്ങും മെസ്സേജും ഒക്കെ അവിടെ തന്നെ അത് വായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ നമ്മൾ അയച്ച മെയിൽ സെൻഡ് ആയിട്ടുണ്ടെന്നാണ്. സെൻഡ് ഐറ്റംസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ മെയിൽ സെൻഡ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ബാക്കിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി നമുക്ക് ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഇമേജോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റോ ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പം നമുക്ക് അവിടെ നിന്നുകൊണ്ട് സെൻഡ് ചെയ്യുന്നതാണ്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് വാട്സപ്പിൽ വന്നൊരു ഇമേജാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്തു, അതിനകത്തൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന ഒരു ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്യാണ്. ആ ഫോട്ടോ ഓപ്പൺ ചെയ്തു. ആ ഇമേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഷെയർ എന്നുള്ള ബട്ടണുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ജിമെയിൽ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും നമ്മൾ ആ ജിമെയിലിൻ്റെ കമ്പോസ് സെക്ഷനിലേക്ക് തന്നെ പോകും. അവിടെ ടു അഡ്രസ്സ് അടിക്കാനുള്ള ആ എഡിറ്റ് ബോക്സിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിയുമ്പം ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവിടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കാനുള്ള സ്ഥലം ആണ്. അവിടെ നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബാലകൃഷ്ണൻ തന്നെ സെൻഡ് ചെയ്യാം. അതവിടെ എൻ്റെ ബാലകൃഷ്ണൻ കൊടുത്തു. പിന്നെ നമുക്ക് ഇവിടെ സബ്ജക്റ്റ് കിടക്കുന്ന ഫോട്ടോ ഫ്രം ജേസൺ തോമസ് എന്നാണ്. അത് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റുന്നില്ലെങ്കിൽ അത് അവിടെ അങ്ങനെ തന്നെ കിടക്കും. കമ്പോസ് ഈ എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ സി എന്ന് ടൈപ്പ് ചെയ്യാം. സി എന്ന് ടൈപ്പ് ചെയ്യാം. സി ഇത് അറ്റാച്ച് എന്ത് വേണം ടൈപ്പ് ചെയ്യാം. അത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ സെൻഡ് എന്നുള്ള മെയിലുള്ള സെൻഡ് എന്നുള്ളത് കൊടുത്താൽ ഈ മെയിൽ ഇമേജ് ആ മെയിലിലേക്ക് സെൻഡ് ആവും. നമുക്കിങ്ങനെ സെൻഡ് ചെയ്യാം. ഇനി നമുക്ക് അക്കൗണ്ടും കൂടി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ വീണ്ടും ജിമെയിൽ ഓപ്പൺ ചെയ്യുന്നു.
നമ്മൾ നേരത്തെ കണ്ട ഓപ്പൺ നാവിഗേഷൻ ഡ്രോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മേളിൽ സെർച്ച് ബോക്സിൻ്റെ എടുത്ത സൈഡിലായിട്ടാണ് ആ ബട്ടൺ ഉള്ളത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് കുറേ താഴെയായിട്ട് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സ് ഉണ്ട്. നമ്മുടെ മെയിൽ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ആഡ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ കൊടുപ്പുണ്ട്. ആഡ് അക്കൗണ്ട് അത് കൊടുക്കുക. അവിടെ നമുക്ക് ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് ഗൂഗിൾ ആണോ, ഔട്ട്ലുക്ക് ആണോ, യാഹു ആണോ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കിടപ്പുണ്ട്. ഇതിൽ നമുക്ക് ഗൂഗിൾ തന്നെ കൊടുക്കാം. അവിടെ നമ്മുടെ വെരിഫൈ ചെയ്യേണ്ടി വരും. നമ്മുടെ ഫിംഗർ പ്രിൻ്റോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലോക്ക് ഏതാണോ അത് വെരിഫൈ ചെയ്യേണ്ടി വരും. അത് നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്ന വിൻഡോയിൽ നമുക്കിങ്ങനെ മുകളിലായിട്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞ് കാണിക്കും. അതിൻ്റെ താഴെയായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സ് ഏതാണെന്ന് നമ്മൾ കൊടുക്കേണ്ട ജിമെയിൽ ID ഏതാണെന്ന് വെച്ചാൽ കൃത്യമായി കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കാണിക്കുകയാണ്. ആ ID കൊടുത്തതിന് ശേഷം അതിന് താഴെ വന്നിട്ട് നെക്സ്റ്റ് ഉണ്ട്, അത് കൊടുക്കുക. അവിടെ നമുക്ക് വീണ്ടും പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ പാസ്വേഡ് കൊടുക്കേണ്ടടുത്ത് നമ്മുടെ പാസ്വേഡ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പം ഒരു വിൻഡോ വരും. ഇതെല്ലാം പരിശോധിച്ച് നോക്കേണ്ടവർക്ക് നോക്കാം. അതിനുശേഷം താഴെ യെസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. വലതുവശത്തായിട്ട് ആ യെസ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. അത് ഗൂഗിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ്. അത് നമ്മൾ ഐ അഗ്രി കൊടുക്കുക. താഴെ വലതുവശത്തുള്ള ഐ അഗ്രി ബട്ടൺ കൊടുക്കുക. ഗൂഗിൾ പാസ്വേഡ് ഓർത്തിരിക്കണമെന്നുള്ളതാണ്. ഞാനിവിടെ നോട്ട് നൗ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി പുറകോട്ട് പോകും. അപ്പം നമ്മുടെ ഫോണിലേക്ക് ആ അക്കൗണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ തിരിച്ച് വീണ്ടും നമ്മുടെ ഇൻബോക്സിലേക്ക് വന്നു, മെയിലിൻ്റെ ഇൻബോക്സിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ അക്കൗണ്ട് കാണിക്കുന്നു, വലത് സൈഡിൽ നമ്മുടെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. അവിടെ ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ താഴെയായിട്ട് യൂസ് ജോസ് SBT എന്നുള്ള അക്കൗണ്ട് കാണിക്കുന്നുണ്ട്, അത് കൊടുക്കുക. അപ്പോൾ ഇപ്പം കാണിക്കുന്ന ഇൻബോക്സ് ജോസിൻ്റെ ആണ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ അക്കൗണ്ട് കാണിക്കുന്നിടത്ത് വലത് സൈഡിലായിട്ട് നമ്മുടെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്, അവിടെ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് താഴെ കാണിക്കുന്നുണ്ട്. ജേസൺ തോമസ് എന്നുള്ളത് ഞാൻ വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും എൻ്റെ ഇൻബോക്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നമുക്കിങ്ങനെ പല അക്കൗണ്ടുകളും അത്യാവശ്യമെങ്കിൽ ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരേ ഫോണിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചിലർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ ഒത്തിരി പേർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. പലരും അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ വരുന്ന മെയിലുകൾ ചെക്ക് ചെയ്യുകയോ ആർക്കും മെയിൽ അയക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മെയിൽ അയക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ട് വയ്ക്കുക. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം ചെയ്തു നോക്കാൻ അത് ഉപകാരപ്രദമാകും.